റോമൻ കത്തോലിക്ക മതത്തിലും സഭയിലും അതുപോലെ തന്നെ ഉള്ള മറ്റ് സമുദായ സഭകളിലും ദൈവവചന വിരുദ്ധമായിട്ട്, ബൈബിൾ വിരുദ്ധമായിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് സഹരക്ഷകയായ മറിയം. മറിയത്തിന് നമ്മെ സംരക്ഷിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയുമെന്നും നാം മറിയത്തെ ആരാധിക്കണമെന്നും റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാറ്റക്കിസം 969, 494, 1172 എന്നീ ഖണ്ഡികകളിൽ നാം അത് കാണുന്നുണ്ട്. യഥാർത്ഥ മറിയം വാസ്തവത്തിൽ സഹരക്ഷകയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് ബൈബിളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു സമ്പൂർണനായ ഏക രക്ഷകനാണ്. അവനോട് തുല്യം ചെയ്യുവാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ യാഥാർത്ഥ്യവും സത്യവും ഇരിക്കുമ്പോഴാണ് മറിയത്തെ സഹരക്ഷകയായി ഉയർത്തി യേശുവിൻ്റെ മഹത്വത്തെ തകർത്ത് കളയുവാൻ, ജനഹൃദയങ്ങളിൽ യേശുവിനെ തുച്ഛീകരിക്കുവാനും ചെറുതാക്കാനുമുള്ള തന്ത്രപരമായ ഒരു നീക്കം ദൈവശാസ്ത്രപരമായി ഇത്തരം സമുദായ സഭകളിൽ നുഴഞ്ഞു കയറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥ യേശു ഏക രക്ഷകനാണ്. ഏക രക്ഷകന് സഹരക്ഷകയുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. മറിയത്തെ യേശുവിനോടുകൂടി സഹരക്ഷകയാക്കുവാനുള്ള പ്രവണത തികച്ചും ദൈവവചന വിരുദ്ധമാണ്. യേശുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയൂ. മറിയത്തിന് ആരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് യേശുവോ ബൈബിളോ ബൈബിളിലെ മറിയമോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറിയത്തിന് ആരെയെങ്കിലും രക്ഷിക്കുവാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ദൈവവചനത്തിന് വിരുദ്ധവും സത്യവിരുദ്ധവും അപകടകരവുമാണ്. ഉൽപ്പത്തി 3:15 അതിൻ പ്രകാരം പിശാചിൻ്റെ തല തകർക്കുന്നത് മറിയമല്ല, യേശുവാണ്. എന്നാൽ കത്തോലിക്ക സഭ തെറ്റായി പഠിപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീ മറിയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതാണ് 9ാം ക്ലാസ്സിലെ KCBC സൺഡേ സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു വാളിനെ പറ്റി പറയുന്നുണ്ട്. മറിയത്തിൻ്റെ ഹൃദയത്തിൽ കൂടി കിടക്കുന്ന വാൾ. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനും വീണ്ടെടുപ്പിനുമുള്ള യേശുവിൻ്റെ പീഡാസഹനങ്ങളിൽ മറിയം പങ്കാളിയാകുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ പീഡാസഹന വേളയിൽ കഷ്ടങ്ങൾ സഹിച്ചത് മറിയം മാത്രമായിരുന്നില്ല. അത്തരം സഹനങ്ങളെല്ലാം നീതിക്ക് വേണ്ടിയുള്ള സഹനമാണ്. അത് ഓരോ വ്യക്തിയുടെയും സഹനമാണ്. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹനമല്ല. അതാണ് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സഹനമെന്ന് പറയുന്നത് അത് വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ്. അതെല്ലാ വിശ്വാസിക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമായി പീഡകൾ സഹിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി സഹിക്കുക എന്ന ഉന്നത സ്ഥാനം യേശുവിന് മാത്രമുള്ളതാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നത്. എല്ലാ മനുഷ്യരുടെയും അകൃത്യം ചുമന്നത് യേശു മാത്രമാണ്. യേശു മനുഷ്യവർഗത്തിന് വേണ്ടി സഹിച്ചപ്പോൾ ആശ്വസിപ്പിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല, മറിയം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് സങ്കീർത്തനം 69-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദൈവം മരിച്ചാലും മരിക്കാത്ത സഹനത്തിൻ്റെ ബിംബമായി ചിലർ മറിയത്തെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന് അപമാനമായിരിക്കുന്നത്. ഇതെല്ലാം വെറും അപകടം നിറഞ്ഞ അബദ്ധ സിദ്ധാന്തങ്ങൾ മാത്രമാണ് എന്ന് ബൈബിൾ വായിച്ചു മനസ്സിലാക്കുന്ന സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ചില
നിത്യസത്യങ്ങളാണ്. അപ്പോൾ ദൈവവചനത്തിൽ നാം കാണുന്ന കാര്യം, മറിയം യേശുവിനെ തൻ്റെ രക്ഷകനായി കണക്കാക്കി എന്നുള്ളതാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. മറിയം മറ്റെല്ലാ മനുഷ്യരെയും പോലെ പാപിയായിരുന്നത് കൊണ്ട് മറിയത്തിന് ഒരു രക്ഷകനെ ആവശ്യമുണ്ടായിരുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, എല്ലാ മനുഷ്യരും പാപം ചെയ്തു, അതിൽ മറിയത്തിന് ഒരു എക്സെപ്ഷൻ ഇല്ല. അങ്ങനെ രക്ഷകനെ ആവശ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകയായോ സഹരക്ഷകയായോ ഒന്നും പ്രവർത്തിക്കുവാനോ സഹകരിക്കുവാനോ ഉള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള യോഗ്യത പാപരഹിതനും പരിശുദ്ധനുമായ യേശുക്രിസ്തുവിന് മാത്രമേയുള്ളൂ. മാത്രമല്ല, ബൈബിൾ പ്രകാരം രക്ഷകൻ ഒരാൾ മാത്രമാണ്. അത് മറിയമല്ല, യേശു മാത്രമാണ്. പരിപൂർണമായും യേശു മാത്രമാണ്. അവൻ ഏക രക്ഷകനാണ്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, ഏകനായി രക്ഷിക്കുന്നവനാണ്. ഇതെല്ലാം നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളിൽ വളരെ വിവരിച്ച് പ്രസ്താവിക്കുന്ന കാര്യങ്ങളായിട്ട് അനേക വാക്യങ്ങളിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അവർ ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. രക്ഷയ്ക്കുള്ള ഏക വഴി യേശു മാത്രമാണ്. അത് വിശ്വസിക്കാത്തവർക്ക് രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിലെല്ലാം ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ അനേക പ്രാവശ്യം യേശുവാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകനെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. നാം ദൈവവുമായി അനുരഞ്ജിപ്പിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്, അല്ലാതെ മറിയത്തിലൂടെയല്ല, മറിയത്തിൻ്റെ സഹനങ്ങളിലൂടെയല്ല. മറിയം പിതാവിന് യേശുവിനെ സമർപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് യേശു ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ തന്ത്രപരമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ തിരുകി കയറ്റുന്ന തന്ത്രപരമായ ചില നിലപാടുകളാണ് പല സമുദായ സഭകളിലും അവരുടെ ദൈവശാസ്ത്രത്തിലൂടെയും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ദൈവവചനത്തിന് ഘടകവിരുദ്ധമായ നിലപാടുകളായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പത്രോസ് യേശുവിനെ മാത്രമാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്ന് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ, 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെല്ലാം നാം കാണുന്നുണ്ട്. അപ്പോൾ ബൈബിൾ വേണ്ടതുപോലെ പഠിക്കാതെ, ക്രിസ്തുവിനെ വേണ്ടതുപോലെ സ്നേഹിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് അനുസരണക്കേടിന് വിധേയരാകുന്നവരിൽ ഇത്തരം ദുരാത്മാക്കൾ നുഴഞ്ഞു കയറുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ബൈബിൾ പ്രകാരം മനുഷ്യനായി ജനിച്ച സകലരും, യേശുക്രിസ്തു ഒഴികെ എല്ലാവരും പാപികളായിരുന്നു, മറിയം ഉൾപ്പെടെ. അത് സങ്കീർത്തനത്തിൽ 49-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള യോഗ്യത അതുകൊണ്ട് മറിയത്തിനില്ലായിരുന്നു. അവ യേശുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യവർഗത്തെ മുഴുവൻ വീണ്ടെടുക്കുവാനുള്ള അനന്ത യോഗ്യതയുള്ള തൻ്റെ തന്നെ പ്രത്യക്ഷതയായ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. യേശു മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിരുന്നതുകൊണ്ട് മനുഷ്യവർഗത്തെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിനിധീകരിക്കുവാനും ശാരീരികമായി മരിക്കുവാനും യേശുവിന് കഴിയുമായിരുന്നു എന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ, വെളിപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായിരുന്നു.
ദൈവപുത്രനായിരുന്നു. അവന് തുല്യനായി വേറെ ആരുമില്ലായിരുന്നു. അവൻ ഏക രക്ഷകനാണ്. അവൻ മാത്രമാണ് പാപരഹിതനായ മനുഷ്യൻ. ഇതൊക്കെ നാം മനസ്സിലാക്കണം. അവൻ മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത്. അപ്പോൾ ഇതിന് വിരുദ്ധമായി ദൈവശാസ്ത്ര പ്രഖ്യാപനങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന സമുദായ സഭകൾ, റോമൻ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭകൾ, അവർക്കെല്ലാം അധികാരികൾക്ക് ഇതിൽ നിന്ന് ചില ദുരുദ്ദേശങ്ങളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭ രക്ഷയ്ക്കായി ജനങ്ങളുടെ ശ്രദ്ധ യേശു ക്രിസ്തുവിൽ നിന്നും മറിയത്തിലേക്ക് തിരിച്ചുവിടുന്നത്? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള യോഗ്യത മറിയത്തിനില്ലായിരുന്നു. എങ്കിലും കത്തോലിക്ക സഭ ആ യോഗ്യതകളൊക്കെയും മറിയത്തിനുമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ആശയം പരത്തുകയാണ് ചെയ്യുന്നത്. തെറ്റായ ആശയം പരത്തുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലേ എന്ന് നാം ഇത് ചിന്തിക്കണം. വെറും ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യ സ്ത്രീ മറിയം, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൾ, ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ഒരു സാധാരണ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതി സാത്താൻ്റേതാണ്. നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന സാത്താൻ്റെ നുണ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇതെല്ലാം പലതരത്തിൽ വീണ്ടും വീണ്ടും നടപ്പാക്കി മനുഷ്യവർഗത്തെ വഞ്ചിക്കുക എന്നുള്ള സാത്താൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലേ ഇത് എന്ന് നാം ചിന്തിക്കേണ്ടേ? ഇത് ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ സാത്താനെ അനുസരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ, ചിന്താഗതിയല്ലേ എന്ന് ഓരോ വിശ്വാസിയും കേൾവിക്കാരും വളരെ ശ്രദ്ധയോടെ കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ്, ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ച്, ദൈവവചനം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ക്രിസ്തുവിൽ വളരുവാൻ നിങ്ങളെ സഹായിക്കട്ടെ.